നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റാപ്റ്റർ എ എന്ന് പറയുന്ന ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടിനെയാണ്. ഓക്കെ, ഈ ഒരു അൽഗോ വർക്ക് ചെയ്തത് ഗോൾഡിലാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഈ ഒരു ബോട്ടിന്റെ പ്രത്യേകതകളും കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കതിന്റെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് മാനേജ്മെന്റിന്റെയും അതേപോലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മന്ത്ലി ലോസിനെ ലിമിറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ബോട്ടിനെ ഫണ്ടഡ് അക്കൗണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് അതേപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കിവിടെ റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഓരോന്നായിട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ റിസ്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ റിസ്ക് മാനേജ്മെന്റിന്റെ സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് എത്ര റിസ്കിലായിരിക്കണം നമ്മുടെ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ 1% ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ഇവിടെ നമുക്ക് ബാലൻസ് കാണാൻ പറ്റും. ആ ഒരു ഇക്വിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ഉള്ളതാണ് നമ്മളിവിടെ പെർമിഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 1% ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപിറ്റലിന്റെ 1% ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഓക്കെ, അതേപോലെ നമുക്കിപ്പോൾ നമ്മുടെ ക്യാപിറ്റലിന്റെ ഈ ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ മാനുവലി നമുക്കൊരു ക്യാപിറ്റൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു $1000 ഒരു $5000 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് പക്ഷേ നമ്മുടെ $1000 റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു മാനുവൽ എമൗണ്ട് ഇവിടെ ക്യാപിറ്റൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ 1000 കൊടുത്തു കഴിഞ്ഞാൽ ഈ 1000ന്റെ 1% ആയിരിക്കും ട്രേഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1000ന്റെ 1% റിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ 1000ന്റെ 1% മാത്രമേ ലോസിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 3% കൊടുക്കുകയാണെങ്കിൽ 3% ആയിരിക്കും അവിടെ ലോസിൽ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 1000ന്റെ 3% എന്ന് പറയുമ്പോൾ $30 പോകും. അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ലോഡ് സൈസും കാര്യങ്ങളെല്ലാം അത് ഓട്ടോമാറ്റിക്കലി റിസ്ക് ബേസ് ചെയ്തിട്ടുള്ള ലോഡ് സൈസ് എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി ട്രേഡ് എടുക്കുന്നതെല്ലാം കാണാൻ പറ്റും. ഒരു ദിവസം നമുക്ക് ഒരു സിംഗിൾ ട്രേഡ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു ബോട്ടിൽ ന്യൂയോർക്ക് സെഷനിലായിരിക്കും ഈ ഒരു ട്രേഡ് പ്ലേസ് ആവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് വരുന്ന മറ്റൊരു ഫീച്ചറാണ് ട്രailing സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഫിറ്റിനെ മാക്സിമം ലോക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഇവിടെ വരുന്നത്. അതേപോലെ നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പിന്റെ ഫംഗ്ഷനാലിറ്റി എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന 1.6 റിസ്ക് റിവാർഡിലോട്ട് എത്തുമ്പോൾ അത് മുതൽ ട്രയലിംഗ് സ്റ്റോപ്പ് എനേബിൾ ആവണമെന്നുള്ള ഫംഗ്ഷനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ നമുക്കിവിടെ ഫണ്ടഡ് അക്കൗണ്ട് സേഫ്റ്റി ഫീച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ബോട്ടിനെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ലിമിറ്റഡ് ട്രേഡ്സേ വരുന്നുള്ളൂ. ഒരു ദിവസത്തിലും ഒരു ട്രേഡ് മാത്രമേ വരുന്നുള്ളൂ. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഫണ്ടഡ് അക്കൗണ്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ട്രയലിംഗ് സ്റ്റോപ്പ് യൂസ് ചെയ്യുമ്പോൾ SL മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ട് ഹൈപ്പർ ആക്ടിവിറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് മന്ത്ലി ഡ്രോ ഡൗൺ ലിമിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഒരു 10% നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ട്രേഡ് ആ മാസത്തെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു വാല്യൂ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് അവിടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ 5 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ട്രേഡ് അവിടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് നമ്മുടെ റിസ്ക് മാനേജ്മെന്റിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കാവുന്നതാണ്. ഇവിടെ ട്രൂ ആയി കഴിഞ്ഞാലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എനേബിളും ഡിസേബിളും ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഒരു ബോട്ടിനകത്ത് കിട്ടുന്നത് 1:3 റിസ്ക് റിവാർഡാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ട്രേഡുകളോട്ട് പ്ലേസ് ചെയ്ത് എൻട്രി ചെയ്തിട്ട് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് ഒരു $1000 ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസ്ക് പെർസെൻറ്റേജ് എത്രയാണ് കൊടുക്കുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1% ആണ് നമ്മൾ റിസ്ക് വെക്കുന്നതെന്ന് വെച്ചോ, നമുക്ക് അതവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ റിസ്ക് പെർസെൻറ്റേജ് ഓഫ് ഇക്വിറ്റി നമ്മൾ 1% ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ $1000ന്റെ 1% എടുക്കുന്നത്. അപ്പോൾ $10 ആയിരിക്കും ഇവിടെ റിസ്ക് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ആയിരിക്കും ലോസ് ആയിട്ട് വരുന്നത്. ഇതിന് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം വരുന്നുണ്ട്. ചിലപ്പോൾ $12 അല്ലെങ്കിൽ ചിലപ്പോൾ $8 ഒക്കെ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു $10 എന്ന് പറയുന്ന ഒരു വാല്യൂവിന് അടുത്ത് തന്നെ ആയിരിക്കും ആ ഒരു ലോസ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ 1:3 ആണ് ഇതിനകത്ത് റിസ്ക് റിവാർഡ് വെക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ $10 നമുക്ക് റിസ്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് $30 ആയിരിക്കും. $30 ആണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് $1000 ക്യാപിറ്റൽ വെക്കുകയാണെങ്കിൽ. അതേപോലെ നമുക്കിവിടെ ട്രയലിംഗ് സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് 1:1.6 എന്ന് പറയുന്നൊരു
റിസ്ക് റിവാർഡിലോട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എനേബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിനകത്ത് 1.1:1.6 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിലോട്ട് വരുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലെവലിലോട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അതിനുശേഷം പ്രൈസിനെ ട്രയൽ ചെയ്തുകൊണ്ട് മേലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അതായത് 1:3 വരെ റീച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ട്രേഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ബോട്ടിന്റെ ഫംഗ്ഷനാലിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് കംപ്ലീറ്റ്ലി ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു 30 ഡേയ്സ് ട്രയൽ വരുന്നുണ്ട്. ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബോട്ടിനെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പർച്ചേസിലേക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് ഈ ഒരു ബോട്ട് യൂസ് ചെയ്യാനായിട്ട് VPSന്റെ ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഒരു ദിവസം ഒരു സിംഗിൾ ട്രേഡ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ആ ഒരു ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിനെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ടൈം ഒരു 5:30 മുതൽ 7:30 മണി വരെ നമുക്ക് ഈ ഒരു ബോട്ടിനെ സിസ്റ്റത്തിൽ എനേബിൾ ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VPSൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാനുവലി നിങ്ങൾക്ക് VPS ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻസിന് ഉണ്ടാകുന്ന കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. അതിൽ പെട്ട ഒന്നാണ് ഡിസിപ്ലിൻ ആൻഡ് നോ ഇമോഷൻസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതൊരു സിസ്റ്റം ബേസ്ഡ് റൂൾ ബേസ്ഡ് ട്രേഡിംഗ് മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹ്യൂമൻ്റെ ഒരു പ്രശ്നങ്ങളായിട്ടുള്ള ഈ ഓവർ ട്രേഡിങ്, അതേപോലെ ഡിസിപ്ലിൻ ഇല്ലായ്മ, അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്, അതെല്ലാം നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഇതൊരു ബോട്ടാണ്, അതിന് വേറെ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിനായിട്ടുള്ള ഒരു ജോലി നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്, എന്താണ് റിസൾട്ട് എന്നുള്ളത്. നിങ്ങൾ കംപ്ലീറ്റ്ലി 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അതേപോലെ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹ്യൂമൻ ഒരു ഹ്യൂമൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ബോട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയത്തെ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ലോട്ട് സൈസും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവുന്നതായിരിക്കും. അപ്പം നമുക്ക് എത്രയാണോ നമ്മൾ റിസ്ക് കൊടുക്കുന്നത് ആ ഒരു റിസ്കിനനുസരിച്ചിട്ട് ലോട്ട് സൈസും എല്ലാം ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ട്രേഡിലോട്ട് എൻ്റർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല, നമുക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ബോട്ടിനകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിനെ ഫുള്ളി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിതൊരു 30 ഡേയ്സ് ട്രയൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് ആ പീരീഡിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് പീരീഡിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്.